പാട്ടത്തെ ക്ലിക്കുള്ള പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിധിയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് സുഭാഷിനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സുഭാഷ് ഏട്ടാ, സുനന്ദ ഇങ്ങനെ ചതിക്കുമെന്ന്. ഞാൻ നിങ്ങളുടെ വിവാഹം നടത്താം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇതിനെല്ലാം പ്ലാൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് നിധിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, മോൾ എന്തിനാണ് വിഷമിക്കുന്നത്? മോൾ ഈ സങ്കടം കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം. ചിലപ്പോൾ വരാൻ പറ്റി കാണത്തില്ല സുനന്ദയ്ക്ക്, നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ദൈവമല്ലേ നിശ്ചയിക്കുന്നത് ആരുടെ വിവാഹം ആരുമായിട്ട് കഴിയണമെന്നൊക്കെ. സുനന്ദ വേറെ ആരെങ്കിലും കിട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, സുനന്ദ പണ്ടേ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കത്തില്ല. അവിടെ അവരമ്മയുടെ ഒരു ദേഷ്യപ്പെട്ട് നോട്ടം മതി സുനന്ദയുടെ തീരുമാനം മാറാനെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷവും രാത്രിയിലായപ്പോൾ എല്ലാവർക്കും നല്ല വിഷമം തന്നെയാണ്. എല്ലാവരും സങ്കടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. സുഭാഷ് വരികയാണ്. സുഭാഷ് ചോദിക്കുകയാണ്, എന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? ആ കാര്യം കഴിഞ്ഞില്ലേ? ചിലപ്പം അത് ഇന്ന് നടക്കാൻ യോഗം കാണത്തില്ല. സുനന്ദയ്ക്ക് വേറെ ആരെങ്കിലുമായിട്ട് കല്യാണം കഴിക്കാനായിരിക്കും യോഗം. അതിന് നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, വിധി പോലെയല്ലേ നടക്കത്തുള്ളൂ എന്ന് സുഭാഷ് പറയുകയാണ്. അപ്പം നിധി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, അല്ല ഇതിനെല്ലാം കാരണം ഞാനല്ലേ എല്ലാവരുമായിട്ട് അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടത്താം എന്ന് പറഞ്ഞത് സുഭാഷ് ഏട്ടന് ഇതിന് താല്പര്യമില്ലായിരുന്നു, ഞാനല്ലേ നിർബന്ധിച്ച് കൊണ്ടുപോയെന്ന് നിധി പറയാണ്. എന്താ ഒരിക്കലും ഇങ്ങനൊരു ചതി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നോട് ആ അമ്പലത്തിൽ നടയിൽ വെച്ച് എനിക്ക് വാക്ക് തന്നതാണ് ഇന്ന് എത്തുമെന്ന്. അതുകൊണ്ട് ഞാനും വിചാരിച്ചു സുനന്ദ എത്തുമെന്ന്. അന്ന് 10 മണിയായപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ വിളിച്ചപ്പോഴും ഇറങ്ങാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ വിശ്വസിച്ചു ഇപ്പം തന്നെ സുനന്ദ എത്തും, നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന്. ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. ഹരീഷ് പറയാണ്, അത് ഞങ്ങളാണെങ്കിൽ കുഞ്ഞുനാൾ തൊട്ടേ സുനന്ദയെ കാണുന്നില്ലേ, ഇങ്ങനെ തന്നെ നടക്കുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം പണ്ടേ ഇങ്ങനെയാണ്, സുനന്ദ പറയുന്ന വാക്ക് പാലിക്കാറില്ല. അമ്മയാണെങ്കിൽ ഒന്ന് വരട്ടിക്കഴിഞ്ഞാൽ സുനന്ദ അപ്പോഴേ തീരുമാനം മാറ്റും. ഇങ്ങനെയാണ് സുനന്ദയുടെ സ്വഭാവം എന്ന് പറയാണ്. അത് ഏട്ടത്തിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് ഹരീഷ് പറയാണ്. അപ്പോൾ രൂപേഷും പറയാണ്, അതാ ഹരീഷേട്ടൻ പറഞ്ഞ ശരി തന്നെയാണ്, സുനന്ദ ചേച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരിക്കലും തീരുമാനത്തോടെ ഉറച്ചു നിൽക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ ആടി നിൽക്കുന്ന തീരുമാനമാണെന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ വിചാരിച്ചു എന്ത് പ്രശ്നം ഉണ്ടായാലും സുനന്ദ ഇന്ന് എത്തുമെന്നും നിങ്ങളുടെ കല്യാണം നടക്കുമെന്നും, അതുകൊണ്ടാണെന്നും പറഞ്ഞ് വീണ്ടും സങ്കടപ്പെട്ട് കരയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ മോളെ, അത് വിട്ട കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പറയുകയും വേണ്ട. നമുക്ക് കാര്യം ചർച്ച ചെയ്യുക പോലും വേണ്ട എന്നും പറഞ്ഞ് സുഭാഷ് അങ്ങ് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ സങ്കടത്തോടെ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്ക് സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷ് വന്നിട്ട് നിധിയെടുത്ത് വന്ന് നിൽക്കുകയാണ്. സുധീഷ് പറയുകയാണ്, ഇയാൾ എൻ്റെ കൂടാണ് ഈ വീട്ടിലേക്ക് വന്നെങ്കിലും ഇപ്പം ഈ വീട്ടിലെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെക്കാൾ കൂടുതൽ ഇയാൾ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ടാണെന്നാണ് എൻ്റെ സംശയം. ഇപ്പോൾ സുഭാഷ് ഏട്ടനെയും ഹരീഷിനെയും രൂപേഷിനെയൊക്കെ സ്വന്തം ചേട്ടനും അനിയന്മാരായിട്ടാണ് ഇയാൾ കാണുന്നതും ഈ വീട്ടിലെ ഓരോ പ്രശ്നവും ഇയാളുടെ പ്രശ്നമായിട്ട് ഇയാൾ കണക്കാക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അതുകൊണ്ടല്ലേ സുഭാഷ് ഏട്ടൻ്റെ വിവാഹത്തിന് വേണ്ടി ഇയാൾ ഇത്രയും ഓടി നടന്നതും, മാത്രമല്ല അത് മുടങ്ങിയപ്പം ഇത്രയും വിഷമിക്കാനും കാരണം അതുകൊണ്ടല്ലേ എന്ന് പറയാണ്. എനിക്ക് സന്തോഷമുണ്ട് ഇയാൾ എൻ്റെ ഏട്ടനെയും അനിയന്മാരെയൊക്കെ സ്വന്തം ഏട്ടനും അനിയനായിട്ടൊക്കെ കാണുന്നത് കൊണ്ട്. ഇയാളുടെ നല്ല മനസ്സ് ഞാൻ കാണാതിരിക്കത്തില്ല എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് വിഷമം വരുന്നുണ്ട്. നിധി പറയാണ്, ഞാൻ ഇവിടുന്ന് എപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളാണ്. നമ്മുടെ ബന്ധം പിരിയുന്നത് വരെയല്ലേ ഉള്ളൂ ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും പറയും ഈ വീട്ടിലെ ശാപം കൊണ്ടാണ് ഞാൻ പോകുന്നത്, ഈ വീട്ടിൽ പെണ്ണ് വാഴത്തില്ലെന്ന് നാട്ടുകാരെല്ലാവരും പറയും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിൽ ഞാൻ പോകുമ്പോൾ മറ്റൊരു പെണ്ണുണ്ടായിരിക്കണം. അതാണ് എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പോയാൽ ഈ വീട്ടിൽ എല്ലാവരും പറയുന്ന പോലെ ഒരു പെണ്ണ് വാഴത്തില്ലെന്ന് പറയത്തില്ലേ, അങ്ങനൊരു സംഭവം ഉണ്ടാവല്ലേ, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷ് ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, അതുകൊണ്ടാണോ ഇയാൾ ഇത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കണം എന്ന് പറയുന്നത്? ഇയാൾക്ക് പോകാൻ വേണ്ടിയാണോ എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, അങ്ങനെയല്ല, സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ ഈ പറയുന്ന നാട്ടുകാരും ഈ വീട്ടിനെ കുറിച്ച് കുറ്റം പറയത്തില്ലല്ലോ, അതും എൻ്റെ മനസ്സിലുണ്ടെന്ന് നിധി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ നിധിയുടെ മനസ്സിലെ
ഉദ്ദേശം എന്തെന്ന് സുധീഷിന് മനസ്സിലാവുന്നുണ്ട്. അതോടെ സുധീഷിന് സങ്കടമാവുന്നുണ്ട്. ഇത്രയും നാൾ സുധീഷ് വിചാരിച്ചത് നിധി സ്വന്തം വീട്ടുകാരെ പോലെ ചേട്ടനും അനിയൻ പോലെ ഇവിടെയുള്ളവരെ കണ്ട് അതിൻ്റെ സ്നേഹത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ്. പക്ഷേ നിധി സുഭാഷിനെ സ്വന്തം ചേട്ടനും ഹരീഷിനെയും രൂപേഷിനെയും അനിയനായിട്ടൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷേ നിധിയുടെ ഉദ്ദേശം ഈ വീട്ടിൽ നിന്ന് നിധി പോകുമ്പോൾ ഈ വീട്ടിലൊരു പെൺകുട്ടി കാണണം. അതാണ് നിധിയുടെ ആഗ്രഹവും ഉദ്ദേശവും.